ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ റെസിപ്പി പൈനാപ്പിൾ സൂപ്പിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചൂട് കാലത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ട് ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളെ മനസ്സും വയറൊക്കെ നിറക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ചെറിയ കുട്ടികൾക്ക് വരെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പൈനാപ്പിൾ ജെല്ലിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാക്കറ്റ് ജെല്ലി വാങ്ങിച്ച് ആ ഒരു ജെല്ലി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പം പൈനാപ്പിൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇത് അരക്കപ്പളവിൽ പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പളവിൽ വെള്ളവും അരക്കപ്പളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി എനിക്ക് ഈ ഒരു ജെല്ലി നല്ല മഞ്ഞ കളറിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളറും കൂടി യെല്ലോ കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 4 ഗ്രാം ചൈന ഗ്രാസ് ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം എന്താ നമ്മൾ ചൈന ഗ്രാസ് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു അടുപ്പിൽ ചൈന ഗ്രാസും മറ്റൊരു അടുപ്പിൽ ആ ഒരു പൈനാപ്പിൾ അടിച്ചെടുത്ത് ആ ഒരു വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒന്നിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂട് വന്നാൽ മതി കേട്ടോ പൈനാപ്പിളിൻ്റെ വെള്ളം. അപ്പോൾ അത് ആ ഒരു ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് അതിനായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് ആ ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ജെല്ലി ആയതുകൊണ്ട് നല്ല ക്ലീനായിട്ട് വേണം നമ്മുടെ ഈ ഒരു ജെല്ലി കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ജെല്ലി ആ ഒരു തണുക്കുന്ന സമയത്ത് നല്ല പോലെ ജെല്ലിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ സുഫ്ലേക്ക് വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു സോസ് പാനിലോട്ട് 1 കപ്പ് അളവിൽ പൈനാപ്പിൾ കഷ്ണങ്ങളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്കൊരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൈനാപ്പിൾ നല്ല പോലെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ വേവിക്കുമ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പൈനാപ്പിളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ പൈനാപ്പിൾ വേവിക്കാതെയാണ് നമ്മൾ സുഫ്ലെ ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഒരു സുഫ്ലേക്ക് കുറച്ചൊരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പൈനാപ്പിൾ നല്ല പോലെ വേവിച്ച് വേണം സുഫ്ലെ ഉണ്ടാക്കി എടുക്കാനായിട്ട്. ഇതിപ്പം എന്താ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് സൈഡിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ആ ഒരു സമയത്ത് ഇതാ വേറൊരു ബൗളിലേക്ക് ഞാനിവിടെ 1 കപ്പ് അളവിൽ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ 1/4 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീമും നമ്മുടെ ഈ ഒരു മിൽക്ക് മെയ്ഡും നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൈനാപ്പിൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിത് കുറച്ച് സമയം ഈ ഒരു പൈനാപ്പിൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ തണുപ്പിച്ചെടുത്ത പൈനാപ്പിളാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ജെല്ലിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ജെല്ലിയും കൂടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ഈ ഒരു ജെല്ലി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ജെല്ലിയും കൂടി നല്ല പോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ പീസ് പീസാക്കിയിട്ട് നമുക്ക് ആ ഒരു സുഫ്ലയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കരുത്, നമ്മുടെ ജെല്ലി ഒരു അലിഞ്ഞ രീതിക്കായോ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് സെർവ് ആവുന്നതാണ്. അപ്പോൾ നമ്മളിത് കൂടുതലായിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് വേണം ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ മുമ്പിലേ നമ്മളിത് ചെയ്ത് വെക്കരുത്. നമ്മൾ സെർവ് ചെയ്യുന്ന കുറച്ച് സമയം മുമ്പ് ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി.
അപ്പോൾ ഞാനിത് ജെല്ലി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ സുഫ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ചെറിയ ചെറിയ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ജെല്ലിയും കൂടി നമ്മൾ ഡെക്കറേഷനായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സുഫ്ലയുടെ ടേസ്റ്റ് ഒന്ന് റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബദാം കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബദാം കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ സുഫ്ലയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളടുത്തുണ്ടെങ്കിൽ ബദാം കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ബദാം ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം, എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണും വരേക്കും. ബൈ ബൈ, താങ്ക് യു.